എന്നാലും കേരളത്തില് വേഗതയേറിയ യാത്രാ സൗകര്യം വേണമെന്നുള്ളത് ആളുകളെല്ലാം ആഗ്രഹിക്കുന്ന കാര്യമാണ്. അത് റെയിൽ എന്നുള്ള പേരല്ല, വേറൊരു റെയിൽ എന്നുള്ള പേരോ ഇനി റെയിൽ എന്നല്ലാത്ത പേരോ ആയിക്കോട്ടെ, യാത്രാ സൗകര്യം കൂടുതൽ വേണമെന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. വന്ദേ ഭാരത് വന്നത് കുറച്ച് ആശ്വാസം ആക്കിയിട്ടുണ്ട്. പക്ഷെ വന്ദേ ഭാരതിനേക്കാളും കൂടുതൽ വേഗതയേറിയ സംവിധാനങ്ങൾ വരണം എന്നാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. അത് വരാൻ വേണ്ടി ശ്രമിക്കുക. പൊളിറ്റിക്കലായിട്ട് അവർ പറഞ്ഞ ക്യാമ്പയിന് വേണ്ടിയിട്ട് ഇതൊക്കെ പറയുന്നതായിരിക്കും. എന്തായാലും യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന, വേഗതയോടുകൂടി യാത്ര ചെയ്യാവുന്ന സൗകര്യങ്ങൾ ഇനിയായാലും വേണ്ടി വരും. അതിനെങ്ങനെയൊക്കെയാണ് മോഡേൺ ആയിട്ട് പറ്റുന്ന കാര്യങ്ങൾ എന്നുള്ളത് കേരളയിൽ അല്ലാതെ തന്നെ, പഴയ കൺസെപ്റ്റിലുള്ള കേരളയിൽ അല്ലാതെ തന്നെ ഈ പുതിയ ചില കാര്യങ്ങൾ ഞങ്ങൾ തന്നെ കഴിഞ്ഞ LDF ഗവൺമെന്റ് തന്നെ ചർച്ച ചെയ്തിരുന്നു. ഡൽഹി മീററ്റൊക്കെ ഇപ്പൊ നടപ്പിലാക്കുന്ന ചില പുതിയ സംവിധാനം, റാപ്പിഡ് റെയിൽ സംവിധാനമുണ്ട്. അത് നിലവിലുള്ള ലൈൻ ഉപയോഗിക്കാവുന്നതാണ്. അത്തരം സംവിധാനങ്ങൾ ഉൾപ്പെടെ ചെയ്യുന്നതിനെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഏത് സംവിധാനം ആയാലും യാത്ര എളുപ്പം പറ്റുന്ന തരത്തിലേക്ക് വേണം. കേരളയിൽ എന്നുള്ള പേര് അവർ പറയണ്ട, വേറൊരു പേര് പറഞ്ഞോട്ടെ, യാത്ര ചെയ്യാൻ സൗകര്യം ഉണ്ടായാൽ മതി. പദ്ധതി ഉപേക്ഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ യാത്ര ചെയ്യുന്ന മനുഷ്യരുടെ വേഗത്തിൽ പോകാനുള്ള ആഗ്രഹങ്ങളെ തല്ലിക്കെടുത്താൻ പാടില്ല. അങ്ങനെ തല്ലിക്കെടുത്താനായിട്ടാണെങ്കിൽ ഉപേക്ഷിക്കുന്നത് തെറ്റാണ്. യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ആ മഞ്ഞക്കുറ്റി പിഴുതൂരും എന്നുള്ള തെരഞ്ഞെടുപ്പിന്റെ മുമ്പേ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് മഞ്ഞക്കുറ്റി പിഴുതൂരി വേറെ കളറുള്ള കുറ്റി അടിച്ചോട്ടെ, അല്ലെ കുറ്റി അടിക്കാതിരിക്കട്ടെ. യാത്രാ സൗകര്യം വേണം. ഈ ഒറ്റ പോയിന്റ് ഞാൻ പറയുന്നുള്ളൂ. യാത്രാ സൗകര്യങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു സമീപനമാണെങ്കിൽ ജനങ്ങൾക്കത് സൗകര്യപ്രദമാവില്ല. അതാണ് ഞാൻ പറയുന്നത്. ആ കേരളയിൽ എന്നുള്ള പേരോ അതിനകത്തിട്ട കാര്യമല്ല, യാത്രാ സൗകര്യം വേണമെന്നുള്ളതേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് ആ വേഗത്തിലുള്ള യാത്രാ സൗകര്യങ്ങൾ വേണം കേരളത്തിന്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ. അതിൽ നിന്ന് പുറകോട്ട് പോകാൻ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF ഗവൺമെന്റിന് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ജനങ്ങള് പഴയതുപോലെ അത്രയും ഫാസ്റ്റാണ്, നമ്മളെ പറ്റുമായിരുന്നു. അപ്പോ ടെക്നോളജി മാറുകയാണ്. യാത്രയുടെ പോലെയുള്ള കാര്യങ്ങൾ, യാത്രാ സൗകര്യം പോലുള്ള കാര്യങ്ങളിൽ മനുഷ്യന്റെ ആവശ്യം അനുസരിച്ചിട്ട് കൂടുതൽ വരണം. കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ള പദ്ധതികൾ കൊണ്ടുവന്നേ കഴിയും. അത് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്ന ഒരു ഗവൺമെന്റിനും ജനങ്ങളുടെ പിന്തുണ കിട്ടില്ല. പക്ഷെ അത്തരം സൗകര്യങ്ങൾ കൊണ്ടുവരണം. ഇപ്പൊ കേരളയിൽ എന്നുള്ളത് ഒരു ആ പേരിനകത്ത് അവർക്ക് പറ്റത്തില്ലെങ്കിൽ അതൊക്കെ എന്തോ പേരൊക്കെ അവരിട്ടെ, അതിനൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷെ സൗകര്യങ്ങൾ വേണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം.